ഹായ് ഹോൾ, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് അച്ഛന് ഫുട്ബോൾ മാച്ച് ഉണ്ട്. അച്ഛനെ കുറിച്ച് ഫുട്ബോളുമായിട്ടുള്ള ബന്ധങ്ങൾ പറയാനായി കുറെ ഉണ്ട്. അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയും. ഇപ്പൊ തന്നെ ഞങ്ങൾ ലേറ്റ് ആയി. അച്ഛൻ ഓൾറെഡി മാച്ചിന് പോയി. ഇപ്പൊ ഞങ്ങൾ വേഗം ചെല്ലണം. അമ്മ വന്നില്ല, അമ്മക്ക് വയ്യ. അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷം കാണിക്കാം. പിന്നെ അച്ഛന്റെ പഴയ കഥകൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനെ എയറിൽ ഇരുത്തും. അല്ലെ, എയറിലല്ല, ഫ്ലൈറ്റിലോ. ഗൈസ്, അപ്പൊ സുന്ദര വണ്ടി ഓടിക്കാൻ പറ്റുള്ള അച്ഛൻ അത് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ബുള്ളറ്റ് ആണ്. ഓക്കെ ഓക്കെ പിന്നെ വിനു ഉണ്ട്. അവൻ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വിനു മോനുണ്ട്. ഫിറോസ്ക ഉണ്ട്. ഫിറോസ്ക ഗോൾ അടിക്കാൻ വേണ്ടി തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സജീവ് മോനുണ്ട്. പിന്നെ ഐഡിയ മറ്റേ സ്കില്ല് കേട്ടോ എന്റെ സെന്ററിന്ന് വലിച്ചിട്ട് അറിയാലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അഭിലാഷ് മോനെത്തി. ഷിബു ഉണ്ട്. അഭിലാഷ് മോനും ഷിബു ഉണ്ട്. ഞാനൊരു സ്റ്റാറൊക്കെ ഉണ്ട്. ഫിറോസ്ക ഷിബു മോൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരൻ എത്തിയിട്ടുണ്ട്. അവൻ തന്ത്രങ്ങൾ. പിന്നെ അഭിലാഷ് എത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നില്ല. അപ്പൊ നമ്മളെ മാനേജർ എത്തിയിട്ടുണ്ട് കേട്ടോ. അഭിലാഷ് മോൻ എത്തിയിട്ടുണ്ട്. 2 മാനേജറും ഉണ്ട് കേട്ടോ. രമേശൻ, 12 ധനേഷ്, 15 ഷമി, 6 ശ്രീകുമാർ, 2 മണി. മാൻ ഓഫ് ദി മാച്ചിനുള്ള ഈ ടൂർണമെന്റിലെ മാൻ ഓഫ് ദി മാച്ച് ഈ ഫൈനലല്ല. അതെ, ഫൈനൽ. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വലിയൊരു എക്സ്ട്രാ ഇടുക. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കളി ജയിക്കാൻ ശ്രമിക്കാം. ഈ കളിക്ക് റസാക്കിന് വേണ്ടി നമ്മൾ ഇത് കപ്പ് എടുത്തേ പറ്റൂ. ഓക്കെ, റസാക്ക് 2 വാക്ക്. നിങ്ങളെ കാണാനാണ് ഈ അസുഖമായിട്ട് ഫുട്ബോളിനോടുള്ള താല്പര്യം. നിങ്ങളെ കൂടെ ഒരുമിച്ച് കാണാം. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളൊക്കെ കാണുക. നിങ്ങളുമായിട്ട് ഏറ്റവും ഓൾ ദി ബെസ്റ്റ്. കളിക്കുക, ജയിക്കുക. കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാം നമ്മള് പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാരും നന്നായിട്ട് കളിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ എല്ലാം പരിചയക്കാരും ഓപ്പോസിറ്റ് ഉള്ള ഒരു പരിചയക്കാരൊക്കെ ഉണ്ട്. നമ്മള് ചെറിയ കാര്യം കളിക്കുക, സുഖമായിട്ട് പിടിച്ചു കളിച്ചാൽ കപ്പ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ബാറ്റിംഗ് 4 പേര്, 2 ഫോർവേഡ്സ്,
കുറ്റം ചോദിച്ചത് ഓക്കെ. ഇന്ത്യൻ നേവി താരം അതെ, കോഹ്ലി നയിക്കുന്ന CFC കൊച്ചി. എല്ലാരും അടിച്ചു വിളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മ വെളിയിൽ എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പൊ അച്ഛനെ തപ്പിപ്പിടിക്കണ സീക്വൻസിലാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അച്ഛനെ മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാരും കിട്ടി. നമ്മ അച്ഛനെ കണ്ടുപിടിച്ച് ദേ അച്ഛനും വ്ലോഗ് എടുത്തോണ്ടിരിക്കണേണ്. ആ പച്ച പിന്നീട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് യമോന്റെ അച്ഛനെ കണ്ടോ. എല്ലാരും വ്ലോഗ് എടുത്തിറങ്ങി. വ്ലോഗ് എടുത്ത് സോപ്പി ഫുട്ബോളർ മാറി ഇപ്പൊ വ്ലോഗറായി കണ്ടോ. അച്ഛനപ്പൊ അവരുടെ ഡിസ്കഷനിലാണ് അവര് എല്ലാരും എന്തൊക്കെ ചെയ്യണമെന്ന്. അച്ഛൻ ഈ പ്രാവശ്യം കോച്ചായിട്ടാണ് നിൽക്കണത്, ഫൈനൽസിൽ കോച്ചായിട്ട്. എല്ലാരും പ്ലാൻ ചെയ്യുന്ന ആരൊക്കെ ഏത് ഭാഗത്ത് കളിക്കണം അങ്ങനെയൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇവർക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാന്നൊക്കെ. എല്ലാവർക്കും കോഡ് ഭാഷയൊക്കെ ഉണ്ട്, മറ്റു ടീമുകൾക്ക് മനസ്സിലാവാത്ത. നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഈ ഷിപ്പ് നയിക്കുന്ന വ്യക്തിയാണ്. അച്ഛനൊക്കെ ചെറുതിലേ തൊട്ട് കളിപ്പിച്ച് എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, ഞാൻ തകർക്കുന്നുണ്ട്, അടിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളെ പിള്ളേരല്ലേ. അതെ തന്നെ. റസാഖ് ഭായി അപ്പൊ അവിടെ നിന്ന് വന്നിട്ടാണ് നമുക്ക് ഈ കളി കാണാൻ വേണ്ടി വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാ വീട്, അവിടെ യൂണിവേഴ്സിറ്റി കേട്ടാ. ഓക്കെ, ഈ റെഡ് കളറാണ് നമ്മുടെ പ്ലേയേഴ്സ് കണ്ടോ. മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് ടീം യെല്ലോ, പിന്നെ ഗോൾ കീപ്പർ വയലറ്റ്. ഓക്കെ, നമ്മുടെ ടീമേ ജയിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ പാടും അച്ഛന്റെ കണ്ണോട് എടുത്ത് വെച്ചേക്കണം. സോ ഫ്രണ്ട്സ്, അച്ഛൻ കളി നോക്കിക്കൊണ്ടിരിക്കണേന്. ഇപ്രാവശ്യം കോച്ചാണ്. എല്ലാരും എങ്ങനെ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രിക്സ് ഒക്കെ അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ നിരീക്ഷിക്കണേ. കോച്ചിന്റെ രോദനമാണ് നിങ്ങൾക്കിടെ കാണാൻ സാധിക്കുന്നത്. ടെൻഷനിലാണ് കുട്ടി, വളരെയധികം ടെൻഷനിലാണ്. പടക്കം പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ശ്രീ കെ ആൻസൺ, ഇന്ത്യൻ ഇന്റർനാഷണൽ. മുഴുവൻ മാസ്റ്റേഴ്സ് കൊച്ചിയുടെ അംഗങ്ങളാണ് ഈ ടൂർണമെന്റിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. Stand up for the national anthem. ഹലോ, ഫൈനൽ മത്സരം CFC എറണാകുളം മാസ്റ്റേഴ്സ് ഫോർട്ട് കൊച്ചിയെ നേരിടുന്നു. അങ്ങനെ ഇപ്പൊ ഹാഫ് ടൈമായി. ഇനി കുട്ടികളുടെ കളി, അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത കളി. നിലവിൽ ആരും ഗോൾ അടിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഹാഫ് ടൈം. ഈ കുട്ടികളുടെ കളി കഴിഞ്ഞിട്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാട്ടോ ഫ്രണ്ട്സ്. ഹാഫ് ടൈമിന് എല്ലാരും കിടപ്പാണ്ടോ. കോച്ച് എല്ലാരും ഉപദേശിച്ചുകൊണ്ടിരിക്കണേന്ന്. എല്ലാരും ഭയങ്കര കിടപ്പാണ്. സെക്കൻഡ് ഹാഫിന് പൊളിക്കണ്ടേ, അതിന് വേണ്ടിയാ. കണ്ടോ, എല്ലാരും ബോധവൽക്കരണം ചെയ്ത് സ്റ്റാമിന കൊടുക്കണം ഫ്രണ്ട്സ്. അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞ് കളി തുടങ്ങിയിട്ടുണ്ട്.
നമുക്ക് നോക്കാം. എന്തായാലും മമ്മേനെ ഗോൾ അടിക്കുള്ളൂ, അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ പറയും. അപ്പൊ നമുക്ക് എന്താണ് അവിടെ കളി തുടങ്ങിയത് കാണിച്ചു തരാം. ഈ കുണ്ടുമണീനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഞങ്ങളുടെ വീട്ടില് വേണ്ടാത്ത ഒരാളാണ്, വെറുതെ ഉറങ്ങണ ഒരാളാണ്. അതെന്താണ് ഇത്ര വലിയ കയ്യും കാലും കവളൊക്കെ അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത ആളായോണ്ടാണ് ഇയാൾ മെലിഞ്ഞു ഉണങ്ങിയിരിക്കണം. ഇയാളല്ലേ വേണ്ടാത്ത. നിങ്ങൾ നോക്കൂ, അക്കൗണ്ടിന്റെ പേരെന്താണ്? സുനാക്ഷി. അത് ഏത് സാധനങ്ങള് നമ്മ തുടങ്ങുമ്പോഴും ഒരു വീട്ടിലൊരു കോലമല്ല, അതൊരു ഐശ്വര്യത്തിന്റെ സാധനമാണ്. വരാതിരിക്കാൻ വേണ്ടി കോലം വെക്കൂല, അതുപോലത്തെ സാധനം. എന്ത് പറഞ്ഞാലും എന്റെ പേരാണ് ഇതൊക്കെയുള്ളത് അല്ലേ? പിന്നെ എന്റെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് അല്ലേ? എന്റെ സോണാക്ഷി യൂട്യൂബ് ചാനലിലല്ലേ നിങ്ങൾ ചെയ്യുന്നല്ലേ ചോദിക്കണം, അല്ലാതെ സോഡിമോൻ ഫാമിലിയിലെ മൂത്ത മോളല്ലേ മോളെന്ന് ചോദിക്കില്ലല്ലോ. ഇതൊക്കെ ഇടണോ ഇയാൾ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻബോക്സിൽ വന്ന് പറയൂട്ടോ. ഞാൻ അങ്ങനെ ഒന്നും കട്ട് ചെയ്ത. അയ്യോ, ഒരു അമ്മായി കുഞ്ഞു വന്നൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി എന്ത് നടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ ഇനി എന്താണ് അടുത്തെന്ത് നടക്കുന്ന അപ്പ വരാം. ബൈ. അങ്ങനെ നമ്മ കളി ജയിച്ച്. ഇനി നിങ്ങൾ ട്രോഫി കൊടുക്കുന്ന സീനാണ് അങ്ങ് കണ്ടില്ല. ഗോൾ എടുക്കുന്ന സീനൊന്നും എടുക്കാൻ പറ്റി. ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ഇങ്ങനെ എപ്പടിക്കും അങ്ങനെ. പക്ഷേ ഇനിയിപ്പോ ട്രോഫി കൊടുക്കുന്ന സെക്ഷനാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അത് കണ്ടിട്ടോ. റസാക്കിലൂടെയും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളാണ്. അദ്ദേഹം മലപ്പുറംകാരനാണ്, ഫുട്ബോൾ പ്രേമി കൂടിയ അദ്ദേഹം എറണാകുളത്ത് വന്ന് നിരവധി മത്സരങ്ങളിൽ കളിപ്പിക്കുന്നു. വേണ്ട നൽകുന്നത് ശ്രീ KM മനാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൊച്ചി കോർപ്പറേഷൻ. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കുന്നു. ഈ സമ്മാനം നൽകുന്നത് ശ്രീ K ആൻസൺ, ഇന്ത്യൻ ഇന്റർനാഷണൽ. Best player of this tournament, Jerome, CFC Kochi. Best goalkeeper, Sruti, Masters, Fort Kochi. ഈ സമ്മാനം നൽകുന്നത് ശ്രീ KM മനാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഇതിനൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗൈസ്, ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് ട്രോഫിയൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര സീനെ. പിന്നെ നമ്മള് DYSP ആൻസൺ അങ്കിളാണ്. പിന്നെ വന്നപ്പോ തന്നെ കുറെ പേര് ഗ്രീറ്റിംഗ്സ് ഒക്കെ തന്നായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മ എല്ലാരും കണ്ടേ ഇതൊക്കെ ആരാന്നുള്ള കൺഫ്യൂഷൻ. ഇതില് പേരൊക്കെ ശരിക്കും അറിയാം, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട് ആരാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇനി ട്രോഫിയുടെ ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോ എടുത്തിട്ട് വരാം. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോണേന് കളിയൊക്കെ കഴിഞ്ഞ് അല്ല കളി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ കളിയായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ തോക്കോന്ന് വിചാരിച്ച്, പക്ഷെ നിങ്ങൾ ജയിച്ചു. ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചത്തു പണ്ടാലേ. നിങ്ങൾ ജയിച്ചു ഗൈസ്. അപ്പൊ ഇനിയിപ്പൊ അച്ഛനും ഫ്രണ്ട്സുമായിട്ടുള്ള മീറ്റപ്സ് ഒക്കെയാണ്. അത് നമ്മ കൂട്ടിയിരിക്കണ ശരിയല്ലോ, നമ്മ ഇവിടെ തപ്പിയിരിക്കണ ശരിയല്ല. ഞാനും എന്റെ ബൂവും കൂടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോണ്. പിന്നെ അച്ഛൻ വരുമ്പോ ലേറ്റ് ആവും എന്തായാലും. അവര് ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്ത് വരുമ്പോ രാത്രിയൊക്കെ ആവും. അപ്പൊ നമ്മ വീട്ടിലേക്ക് പോകണം. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ അച്ഛനെ മറ്റേ ഫുട്ബോൾ കഥ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് നിങ്ങക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ടൂർണമെന്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത ഞാൻ നന്നായിട്ട് ചെയ്തു.
നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയം മഴ പെയ്തത്, നമ്മളെ കളി വിട്ടുപോയത്, ഡേറ്റ് ചേഞ്ച് ചെയ്തത്. അപ്പൊ എന്തായാലും നല്ലൊരു ഓർഗനൈസിങ് വന്നു. അതേപോലെ നമ്മൾ നല്ല കളി ഫസ്റ്റ് ഹാഫ് നമ്മൾ ഉഗ്രൻ CFC നന്നായിട്ട് കളിച്ചു. നല്ല ഒരു 3 ഓപ്പൺ ചാൻസ് ഉണ്ട് ഡയറക്റ്റ് പോസ്റ്റിലും ഗോൾ കീപ്പറെ കയ്യിലും സൈഡിൽ കൂടി ഒക്കെ പോയി. ഒരിക്കലും ഒരു ബാല കോർക്കുമ്പോൾ അതിനകത്ത് വലിയ കണ്ണികളുണ്ടാകും, ചെറിയ കണ്ണികളുണ്ടാവും, ഏറ്റവും ചെറിയ കണ്ണികളുണ്ടാകും. പക്ഷെ അതൊരു മാലയായിട്ട് കോർക്കാൻ അന്നൊരു റസാക്ക ഉണ്ടായുള്ളൂ. ഇന്നും അല്ലെ, ഇന്നും നമ്മളൊക്കെ ചരിത്രമായിട്ട് ഇപ്പൊ ഞാൻ പ്ലെയറാണെന്ന് പറയുമ്പോ എനിക്ക് അഭിമാനമുള്ളത് റസാക്കിനെ പോലത്തെ. ബോളിന്റെ കാര്യങ്ങൾ അച്ഛൻ സംസാരിച്ചിട്ടില്ല ഈ വ്ലോഗിൽ, അത് ഞാൻ വേറൊരു വ്ലോഗായിട്ട് ഇടാം. അപ്പൊ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, to like, share and subscribe to our channel. See you in the next adiboli vlog. Till then, bye bye.